മനുഷ്യനെക്കുറിച്ചും മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് കേരളത്തിലെ ഇസ്ലാമിക യുവജന സംഘടന സമസ്ത കേരള സുന്നി യുവജന സംഘം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമഗ്രമായ ആശയങ്ങളിൽപ്പെട്ടതാണ് ഉത്തരവാദിത്വം എന്നത്. വ്യക്തിപരമായി നിർവഹിക്കേണ്ടത്, സാമൂഹിക തലത്തിൽ ഏറ്റെടുക്കേണ്ടത്, നിർവഹിക്കേണ്ടത്, അങ്ങനെ തുടങ്ങി ഓരോ മനുഷ്യനും വിവിധ തലങ്ങളിലായി അവൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് മാത്രമല്ല, ആ ഉത്തരവാദിത്വ പ്രതിയുള്ള വിചാരണ നടക്കാനുണ്ട് എന്നും, ആ വിചാരണയുടെ നാളിൽ രക്ഷപ്പെടാനുള്ള ഉപാധികൾ കൂടെ കണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് എത്രയും നമുക്ക് ബോധ്യമുണ്ട്, നമ്മുടെ തലമുറകൾക്ക് ബോധ്യമുണ്ട്. ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് മറക്കുകയും അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവുകയും അതിനുവേണ്ടിയുള്ള സമരങ്ങളും പ്രയത്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ലോകത്തിൻ്റെ നിലനിൽപ്പ് നൈതികമായി മുന്നോട്ട് പോവുകയില്ല. നിരന്തരമായി ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചാണ് ധാർമ്മിക ബോധമുള്ള, മനുഷ്യനെക്കുറിച്ച് ആലോചനയുള്ള, സാമൂഹിക വിചാരമുള്ള ഒരാളിൽ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുക അത്തരം ആലോചനകളായിരിക്കും. ഉത്തരവാദിത്തരഹിതരായി ജീവിക്കുന്നവർ സമൂഹത്തോട്, കുടുംബത്തോട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് എന്തെല്ലാം തരത്തിൽ നമുക്ക് സമൂഹത്തോട് ഇടപഴകാനുണ്ടോ അത്തരം എല്ലാ തരം അസ്തിത്വങ്ങളോടും എതിരു നിൽക്കുകയും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്തി അരാഷ്ട്രീയമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന താല്പര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘങ്ങളെയും സംഘടനകളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. സ്വന്തത്തോടും സമൂഹത്തോടും കുടുംബത്തോടും ജീവിക്കുന്ന ചുറ്റുപാടുകളോടും ഉത്തരവാദിത്വം ഉണ്ടാവുകയും അതിനനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്ന വലിയൊരു മനുഷ്യത്വത്തെ, മാനവികതയുടെ പ്രകടമായ ബോധ്യത്തെയാണ് SYS അതിൻ്റെ പ്രവർത്തകർക്ക്, അതിൻ്റെ സംഘടനയുടെ അംഗങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഇസ്ലാമിക ഖിലാഫത്തിലെ രണ്ടാമത്തെ ചക്രവർത്തി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് ചെറുതായി ഒന്ന് നമ്മൾ അന്വേഷിക്കുക. അന്തിമയങ്ങിയ നേരത്ത് സ്വന്തം ഭരണാധിപത്യമുള്ള നാട്ടിൽ അവിടുത്തെ ക്ഷേമാഐശ്വര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന ചക്രവർത്തിയെ നമുക്ക് കണ്ടെത്താനാകും. യാത്രക്കാരായി വഴിയിൽ കുടുങ്ങിപ്പോയി ഭാര്യയ്ക്ക് പേറ്റുനോവ് വന്ന് സഹായത്തിനാരുമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിനരികിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി ആ രാജ്യത്തിന്റെ രാജ്ഞി എന്ന് പറയാൻ പാകത്തിലുള്ള തന്റെ പത്നിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നവർക്ക് ഭൃത്യസേവ നടത്തുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ നമുക്ക് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനാകുന്നുവെന്ന മൂർച്ചയുള്ള ചോദ്യമാണ് SYSന്റെ അംഗങ്ങളോട് സംഘടന ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കെ സ്വന്തം ശിരസിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള അന്നവുമേറ്റി നടന്നു പോകുന്ന, സ്വന്തം ഭൃത്യനത് ചുമടേറ്റെടുക്കാൻ തയ്യാറായിരുന്നിട്ടും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത് ഞാനായിരിക്കുമെന്ന ആ ഉത്തരവാദിത്വ ബോധത്തിൽ തന്റെ ശിരസിലേക്ക് ആ അന്നത്തിന്റെ ഭാണ്ഡവും പേറി നടന്നു പോകുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും വീണ്ടും പുനരാലോചനകൾ നടത്തിക്കൊണ്ടേയിരിക്കേണ്ടത്. ജീവിക്കുക എന്നത് ലഹരിക്കടിമപ്പെടുകയും അതിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ ഇടയിൽ നിന്നാണ് സമൂഹത്തെക്കുറിച്ച് ബോധമുണ്ടാകണമെന്ന് നമ്മൾ നിരന്തരമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനനുസൃതമായി ശ്രദ്ധയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ആശയങ്ങളുമായി നിരന്തരം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാമൂഹികമായ മാറ്റങ്ങൾ സാധിക്കണമെന്നതാണ് നമ്മുടെ താല്പര്യം.
നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ, സാമ്പത്തികമായ സംവിധാനങ്ങളിൽ, സാമൂഹികമായ ഇടപെടലുകളിൽ നമുക്ക് മാറ്റങ്ങൾ വേണം. നമ്മുടെ രാജ്യത്തെയും സമൂഹത്തെയും പുരോഗതിയിലേക്ക് നയിക്കണം. ഏറ്റവും ഉയർന്ന വിധാനത്തിലേക്ക് സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി നമ്മുടെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി ജാഗ്രതയോടുകൂടെ ഏറ്റെടുക്കുന്ന യുവസമൂഹത്തിൽ നിന്ന് മാത്രമേ അത്തരമൊരു സ്വപ്നം കാണുന്നതിൽ അർത്ഥമുള്ളൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ, അത് നേരത്തെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്കനുസൃതമാകും വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കേണ്ട യുവതയുടെ ജാഗ്രതയാണ് SYS. അതിനുവേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടതാണ് പ്ലാറ്റൂൺ അംഗങ്ങൾ. എങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള സംഘം ചേരലുകൾ ഉണ്ടാകണം. നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നമ്മുടെ അടുത്തുണ്ടാകണം. കാലം അതിദ്രുതമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് സാമൂഹിക ക്രമങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരാളിൽ സംഭവിക്കുന്ന സാമൂഹികമായ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കാനിടയുണ്ട്. രണ്ടു കണ്ണുകളും തുറന്നു വെച്ച് ഈ സമൂഹത്തെ നോക്കിക്കാണുകയും സമൂഹത്തിന്റെ ചലനാത്മകതയിൽ ഇടപെടുകയും ചെയ്ത് കാലത്തോടൊപ്പം കാലത്തിന് മുമ്പേ സഞ്ചരിക്കാനുള്ള ശേഷി നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടത് പുതിയ കാലത്ത് ഏറ്റവും അനിവാര്യമാണ്. തിന്മകൾ എവിടെ കണ്ടാലും, നിരുത്തരവാദപരമായ സമീപനങ്ങൾ നമ്മൾ എവിടെ വീക്ഷിച്ചാലും, അധാർമികതക്കെതിരെ, അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുക എന്ന അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്ക് ജാഗ്രതയുണ്ടാകണം. ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഉപമിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഇടങ്ങൾ നിശ്ചയിച്ചു നൽകുകയും ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവിടെ ആവശ്യമുള്ള വെള്ളത്തിന് വേണ്ടി അവിടെ തന്നെ കുഴിച്ച് വെള്ളം സംഘടിപ്പിക്കാമെന്ന് ആലോചിക്കുന്ന വിഡ്ഢിത്തപരമായ ആശയങ്ങളോട് വേണ്ടുന്ന രീതിയെക്കുറിച്ച് അവിടെ നിങ്ങൾ ഇടപെടണമെന്ന്, അവിടെ നടക്കുന്ന അനീതിക്കെതിരെ, അവിടെ നടക്കുന്ന ആ അധാർമികമായ പ്രവർത്തനത്തിനെതിരെ ഇടപെടണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടത് എല്ലാവരും ഒരുമിച്ചായിരിക്കും. ഈ സമൂഹം എന്ന കപ്പൽ മുങ്ങിത്താഴുന്നതിന്റെ മുന്നേ നമുക്കിതിന്റെ മുമ്പിൽ നിന്ന് കപ്പിത്താനായി തുഴഞ്ഞ് സമൂഹത്തിന്റെ രക്ഷകനായി അവതരിക്കാനും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുമുള്ള ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് SYS അതിന്റെ സംഘടനാ സംവിധാനത്തിലൂടെ നമുക്ക് പരിശീലനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പലതരം അപകടകരമായ ഇടപെടലുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന പലതരം ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മനുഷ്യനെ കുറിച്ചുള്ള ആദികളിൽ നിന്ന് സർക്കാർ വളരെ താല്പര്യരഹിതമായി ഇടപെടുകയും മാറി നിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൂടെ സംഭവിക്കുന്നത് മാത്രമല്ല, സമ്പദ്ഘടനയ്ക്ക് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരം പ്രവണതകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാമൂഹികമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിരുന്ന യുവതലമുറകളിൽ ഇന്ന് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയമെന്നുറക്കെ പറയുകയും രാഷ്ട്രീയ പ്രവർത്തകരെന്ന് നമ്മൾ വീക്ഷിക്കുകയും ചെയ്യുന്നവർ അവരുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒട്ടുമേ രാഷ്ട്രീയമില്ലാത്ത തികച്ചും അരാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. രാഷ്ട്രീയം എന്നത് അധികാരത്തിനു വേണ്ടിയുള്ള കേവലം മത്സരങ്ങളും സീറ്റ് തർക്കങ്ങളിലേക്ക് മാത്രം വലിച്ചിഴക്കപ്പെടുന്ന ആശയങ്ങളും മാത്രമായി ചുരുങ്ങിപ്പോകുന്ന കുൽസിതമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഇടയിൽ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾ വോട്ട് വാങ്ങിയ വോട്ടർമാരോടുള്ള ഉത്തരവാദിത്വം പോലും നിർവഹിക്കാതെ ആ ആശയങ്ങളുടെ നേർ വിപരീത സ്ഥാനത്തേക്ക്, മാർഗങ്ങളിലേക്ക് വഴിമാറിപ്പോവുകയും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് അനുസൃതമായി തങ്ങളുടെ ജീവിതത്തെയും അധികാര സ്ഥാനങ്ങളെയും വിനിയോഗിക്കുകയും ചെയ്ത്
തങ്ങൾക്ക് സ്വാർത്ഥമായി ലഭിക്കുന്ന കേവലം സുഖങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തെയും നാട്ടിനെയും ഒറ്റുകൊടുക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാടുകളിൽ സമൃദ്ധമായി നടന്നിരുന്ന തിന്മകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന്, യുവ കൂട്ടായ്മകളിൽ നിന്ന് നിരന്തരമായി നമ്മൾ കേട്ടിരുന്ന സമൂഹത്തിന് വേണ്ടിയുള്ള മുറവിളികൾ, സമരങ്ങൾ, പോരാട്ടങ്ങൾ, തെരുവ് യുദ്ധങ്ങൾ. തെരുവുകളിൽ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നിരുന്നു. അതിനുവേണ്ടിയുള്ള സംഘം ചേരലുകളും സമരങ്ങളും സമരാഹ്വാനങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കേവലം പോയ കാലത്തെ ഓർമ്മകൾ മാത്രമായി ചുരുങ്ങുകയും അധികാരങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതവും തങ്ങളുടെ സംഘടനാ അജണ്ടകളും മാറ്റിത്തിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയ കൂട്ടമായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ചുരുങ്ങുന്ന കാലത്താണ് നമ്മൾ മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയം ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ സാമൂഹിക ക്രമത്തിൽ മാനവിക ബോധമുള്ള ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഏറ്റവും വലിയ ധാർമ്മിക ഉത്തരവാദിത്വം ഇതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപരനെക്കുറിച്ച് നിരന്തരമായ ആലോചനകൾ ഉണ്ടാകണം. തബസ്സുമുക ഫീ വജ്ഹി അഹീഖ സദഖ. കൂട്ടുകാരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളോട് പുഞ്ചിരിക്കുന്നത് അവന്റെ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കിയല്ല. മനുഷ്യൻ എന്ന അടിസ്ഥാനപരമായ പരിഗണനയിൽ ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണ് എന്ന് അപരനൊരു സുഖം നൽകുന്നത്, അപരനോട്, മറ്റുള്ളവരോട്, കൂടെയുള്ളവരോട്, സതീർത്ഥ്യരോട് നല്ല വാക്കുകൾ കൊണ്ട്, കലിമത്തുൻ ത്വയ്യിബ, ഏറ്റവും നല്ല ഹൃദ്യമായ മനോഹരമായ വാക്കുകൾ കൊണ്ട് അവരോട് സംസാരിക്കുന്നത്, അവനോടൊന്ന് പുഞ്ചിരിക്കുന്നത്, നമ്മളൊരു സുഗന്ധം പൂശി മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ മനസ്സിനുണ്ടാകുന്ന സുഖം, ഇങ്ങനെ തുടങ്ങി ഏറ്റവും ചെറിയ തലത്തിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടുകയും അവരോട് സ്നേഹത്തോടെയും സൗഹൃദത്തോടുകൂടെയും ഇടപഴകുകയും ചെയ്യുന്നത് ധർമ്മവും പുണ്യവും പ്രതിഫലാർഹവുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് നമ്മൾ കാണിക്കേണ്ട മനുഷ്യപ്പറ്റിനെ കുറിച്ചാണ്, അടിസ്ഥാനപരമായി ഒരു മുസ്ലിമിൽ ഉണ്ടായിരിക്കേണ്ട ധാർമ്മികമായ ആശയങ്ങളെ കുറിച്ചാണ് നിരന്തരമായി നമ്മളിൽ ആലോചനകൾ ഉണ്ടാകേണ്ടത്. സമൂഹത്തിന്റെയും നാട്ടിന്റെയും ഉത്കൃഷ്ടമായ ഭാവിയെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും നിരന്തരമായി ആലോചിക്കുകയും വികസനോന്മുഖമായ കാഴ്ചപ്പാടുകൾ പുലർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും അത് നമ്മുടെ ജീവിതത്തിന്റെയും സംഘടനാ പരിപാടികളുടെയും ലക്ഷ്യമായി മാറുകയും ചെയ്യുന്ന സുഖകരമായ ശോഭനമായ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹം അനുഭവിക്കുന്ന പലതരം പ്രശ്നങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു വഴിയുമില്ല. ദുരിതം അനുഭവിക്കുന്നവരുടെ കൂട്ടിരിക്കുക എന്നത്, ദുരന്തം അനുഭവിക്കുന്നവർക്ക് കാവലാവുക എന്നത്, പ്രയാസം അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നത്, പ്രാരാബ്ധങ്ങളിൽ സഹായമാവുക എന്നത്, അനാരോഗ്യപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൂട്ടിരിപ്പുകാരനാവുക എന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വനത്തിന്റെ, സേവനത്തിന്റെ വിശാലമായ പ്രവർത്തനങ്ങൾ മുഴുവനും അത് ഈ മതത്തിന്റെ ആത്മസത്തയടങ്ങിയ ഏറ്റവും വിശുദ്ധമായ ഇടപാടുകളാണ് എന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതൊരു നേരത്തെ കൂട്ടിരിപ്പ് കൊണ്ടാകാം, ഒരു ആംബുലൻസിന്റെ സഹായം കൊണ്ടാകാം, ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള വക നൽകിയാകാം, ഒരു ദിവസം ആശുപത്രിയിൽ കൂട്ടിരുന്നാകാം, ഒരു വീട് നിർമ്മിച്ചാകാം, ഒരു ദാറുൽ ഖൈറിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായാകാം. അങ്ങനെ തുടങ്ങി നമുക്ക് ചെയ്യാവുന്ന വിവിധതരം പ്രവർത്തനങ്ങൾ, സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, അള്ളാഹു എനിക്ക് നൽകിയ ആരോഗ്യവും സമ്പത്തും സമയവും അത് ഈ മതത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഞാൻ തിരിച്ചു നൽകുന്നു എന്നൊരാലോചനയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. നേരത്തെ ഇവിടെ സക്കാത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. സാമ്പത്തികമായി അഭിവൃദ്ധി നേടുന്നവർ സക്കാത്ത് നൽകി അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് പോലെ നമുക്ക് നൽകപ്പെട്ട സമയം, നമുക്ക് നൽകപ്പെട്ട ആരോഗ്യം, നമുക്ക് നൽകപ്പെട്ട ഒഴിവുകാലം, ഇതെല്ലാം സമൂഹത്തിന് അതിന്റെ പാതി പകുത്തു നൽകി അവരുടെ കൂടെ നിൽക്കുക എന്ന ഉത്തരവാദിത്വം കൂടെ നമുക്ക് നിർവഹിക്കാനുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട SYSകാരായ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് സംഘടന നമ്മളോട്
നിരന്തരം നമുക്ക് പരിശീലനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഭൂമുഖത്തെവിടെയും അനീതി നടപ്പിലാകാത്ത, അനീതി കാണാൻ വകയില്ലാത്ത വിധത്തിൽ ഏറ്റവും മികച്ചൊരു സമൂഹം രൂപപ്പെടുന്നത് വരെ വിശ്രമിക്കാൻ നമുക്ക് അനുവാദമില്ല. അവസാനത്തെ മനുഷ്യരും ധാർമ്മികമായി ചിന്തിക്കുകയും സാംസ്കാരിക മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന് വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന ഒരു അർത്ഥത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്നത് വരെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വിശ്രമമില്ല. എല്ലാതരം മനുഷ്യരിലേക്കും കരുണയുടെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കൈകൾ നീട്ടി നൽകി അവരെ കൂടെ ചേർത്തു പിടിച്ച് നമുക്ക് സാധിക്കുന്ന ധാർമ്മികമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കിനിയുമേറെ ഗൗരവത്തിൽ ഇടപെടാനുണ്ട്. മനുഷ്യനെ കുറിച്ച് തന്നെയാണ് നമുക്ക് പിന്നെയും പിന്നെയും ചർച്ച ചെയ്യേണ്ടത്. മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പിന്നെയും പിന്നെയും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ തന്നെയായിരുന്നു വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമേയം. മനുഷ്യൻ തന്നെയായിരുന്നു വിശുദ്ധ ഇസ്ലാമിന്റെ ആശയം. ആ മനുഷ്യർക്ക് വേണ്ടി ഇടപെടുകയും മനുഷ്യരോടൊപ്പം നിൽക്കുകയും ചെയ്ത് മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച്, മനുഷ്യരോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിതാന്തമായ ജാഗ്രതയിൽ ഇനിയുമേറെക്കാലം നമുക്ക് ഈ സംഘടനാ കരുത്തിൽ മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഭിവാദ്യങ്ങൾ അറിയിച്ച് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.